ആലപ്പുഴയിലെ ആ ചികിത്സാ പിഴവിൽ ഒടുവിൽ കേസെടുത്ത് പോലീസ്. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ കേസെടുത്തു കഴിഞ്ഞു പോലീസ്. വകുപ്പ് മേധാവി ഡോക്ടർ ലളിതാംബികയെ പ്രതി ചേർത്തു. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദ ഉൾപ്പെടെയുള്ളവർ നിലവിൽ പ്രതികളല്ല. സംഭവത്തിൽ ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് ഇന്ന് പുറത്തുവരും. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഉഷ ജോസഫ് കുട്ടിയുടെ ശസ്ത്രക്രിയ ഇന്ന് നടക്കുകയും ചെയ്യും. എന്തായാലും സംസ്ഥാനത്തെ പൊതു സാഹചര്യം വളരെ ശ്രദ്ധേയമാണ്. ഈ വിഷയത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങളും അതിശക്തമാണ്. കാരണം ആരോഗ്യമന്ത്രിയുടെ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയിൽ തന്നെ അതിശക്തമായ ചില പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട്. അല്പസമയം മുമ്പ് വീണ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തനിക്കെതിരെ മാത്രം എന്തുകൊണ്ട് ഇത്തരമൊരു പ്രതിഷേധം, തന്നെ എന്തുകൊണ്ട് ലക്ഷ്യം വെക്കുന്നു, ഒരു മന്ത്രി എന്ന രീതിയിൽ തൻ്റെ ഉത്തരവാദിത്തങ്ങൾ താൻ നിർവഹിക്കുന്നുണ്ട് എന്നതാണ് അവർ വ്യക്തമാക്കുന്ന കാര്യം. ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക് നടന്ന പ്രതിഷേധത്തിൽ ചില സുരക്ഷാ പിഴവുകൾ സംഭവിച്ചു എന്ന കാര്യം കൂടിയുണ്ട്. എന്താണ് ഇതിൻ്റെ പൊതു സാഹചര്യം എന്നതുകൂടി നമുക്ക് പരിശോധിക്കാം. എന്താണ് ഇതിൻ്റെ രാഷ്ട്രീയ സാഹചര്യം എന്നതും വിശദമായി പരിശോധിക്കാം. ശരണയുണ്ടോ, ഒപ്പം തന്നെ നവമി ദിനേശും നമുക്കൊപ്പം ചേരുന്നുണ്ട്. യെസ്, എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട അവസ്ഥ എന്നുണ്ട്. ഇതിലേറ്റവും പ്രധാനം ഇന്ന് ഈ ഉഷ ജോസഫിൻ്റെ ആരോഗ്യം സംബന്ധിച്ച ചില അപ്ഡേറ്റുകളാണ്. അത് സംബന്ധിച്ച ശസ്ത്രക്രിയ ഇന്ന് തിരുവനന്തപുരം കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നടക്കുകയാണ്. നമുക്കൊപ്പം നവമി ദിനേശ് ചേരുന്നുണ്ട്. നവമി, ഗുഡ് മോർണിംഗ്. നവമി, ഈ വിഷയത്തിൽ ശസ്ത്രക്രിയ നടപടികളുടെ ഒരു പുരോഗതി അത് എപ്പോൾ ആരംഭിക്കും? ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച എന്തെങ്കിലും അപ്ഡേറ്റുകൾ നമുക്ക് ലഭ്യമാവുന്നുണ്ടോ? സജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഇന്നലെ പുലർച്ചെയാണ് അമൃത ആശുപത്രിയിലേക്ക് ഉഷയെ എത്തിച്ചത്. ഡോക്ടർമാർ ഇന്നലെ ഒരു മെഡിക്കൽ ബോർഡ് ചേർന്നിരുന്നു. അതിൽ ഉഷയുടെ CT സ്കാൻ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഒരു യോഗം ചേർന്നത്. ആ യോഗത്തിൽ നിന്നും ഈ CT സ്കാൻ പരിശോധിച്ചതിൽ നിന്നും ഡോക്ടർമാർക്ക് ഇത് വലിയ അപകടകരമായിട്ടുള്ള നിലയിലല്ല ഈ ഉപകരണം ഈ ഉഷയുടെ വയറ്റിലുള്ളതെന്ന് മനസ്സിലായി. അത് വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉഷയ്ക്കില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ഇന്ന് ശസ്ത്രക്രിയ രാവിലെ 10 മണിക്ക് ശേഷം, അതായത് രാവിലെയോടുകൂടി തന്നെ ആരംഭിക്കുമെന്നാണ്, അല്പസമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇതൊരു സാധാ സർജറിയാണ്. ഇതിൽ വലിയ ആശങ്കപ്പെടേണ്ട സാഹചര്യമോ അല്ലെങ്കിൽ അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതൊന്നും തന്നെയില്ല. വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും ഈ ഒരു ശസ്ത്രക്രിയ നടത്തുക. അതോടൊപ്പം തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഗ്യാസ്ട്രോ അടക്കമുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാരും ഇതിന് നേതൃത്വം നൽകും. വിദഗ്ധരായിട്ടുള്ളവർ തന്നെയായിരിക്കും ഈ സർജറി നടത്തുക. ഇപ്പോൾ ഉഷയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് വാർഡിലേക്കാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റിയതിനു ശേഷമായിരിക്കും ഈ സർജറി പൂർത്തിയാക്കുക. അതിനുശേഷം 2 ദിവസം കൂടി ഉഷയെ ആശുപത്രിയിൽ നിരീക്ഷിക്കും. ഇത് ഈ സർജറി കഴിഞ്ഞതിന് ശേഷവും മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഡോക്ടർമാരുടെ ഒബ്സർവേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും വീട്ടിലേക്ക് അയക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഉഷയുടെ കുടുംബത്തോടും ആ ഒരു ധൈര്യം ഡോക്ടർമാരും അതോടൊപ്പം തന്നെ ആരോഗ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ഇതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഒന്നും തന്നെയില്ല. CT സ്കാൻ റിപ്പോർട്ടിൽ പോലും വളരെ പോസിറ്റീവായി തന്നെയാണ് ഡോക്ടർമാർ അതിനെ കാണുന്നത്. ഇത് സാധാരണ ഒരു ശസ്ത്രക്രിയ പോലെ തന്നെ ഇതിനെ സുഖമായി തന്നെ ആ ഉപകരണത്തെ എടുത്തു മാറ്റാൻ കഴിയുമെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇതുവരേക്കും ഉഷയ്ക്ക് മറ്റ് ബുദ്ധിമുട്ടുകൾ, അതായത് വളരെ ആശങ്കപ്പെടുത്തേണ്ട ആരോഗ്യസ്ഥിതിയിൽ ഏതെങ്കിലും മോശാവസ്ഥയിലേക്ക് പോകുമോ അത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉഷയ്ക്കില്ല എന്നുള്ളതും ഈ സർജറി വിജയകരമായി പൂർത്തിയാക്കാൻ ഉള്ള ഒരു സാഹചര്യമായി തന്നെയാണ് ഡോക്ടർമാരും കാണുന്നത്. ഇന്നലെ ആരോഗ്യമന്ത്രി ഉഷയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇപ്പോൾ ചെലവിന്റെ കാര്യത്തിലായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, സർക്കാർ തന്നെയായിരിക്കും ചിലവ് വഹിക്കുന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് മന്ത്രിമാരും നേതാക്കളൊക്കെ ഇന്നലെ ഉഷയെ സന്ദർശിക്കുന്ന സാഹചര്യമുണ്ടായി. അവരും ആത്മവിശ്വാസം ഉഷയ്ക്ക് നൽകുകയും ചെയ്തു. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ച് ആലോചിക്കേണ്ട, അല്ലെങ്കിൽ ആശുപത്രി ചെലവിനെ കുറിച്ച് ആലോചിക്കേണ്ട എന്ന് തന്നെയാണ് ഉഷയുടെ കുടുംബത്തോടും മകനോടും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലും പ്രാർത്ഥനയിലുമാണ് കുടുംബം. അല്പസമയത്തിനുള്ളിൽ, അതായത് 10 മണിക്ക് ആണ് ഡോക്ടർമാർ ഇതിന്റെ ഒരു പ്രൊസീജിയർ ആരംഭിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഉച്ചയ്ക്ക് മുൻപ് തന്നെ ഈ ശസ്ത്രക്രിയ പൂർത്തിയാക്കി ഉഷയെ
ഉഷയ്ക്ക് കുടുംബത്തെ കാണുന്ന ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്തായാലും CT സ്കാൻ റിപ്പോർട്ടിലടക്കം ഉഷയുടെ ആരോഗ്യനിലയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഈ ഉപകരണം വയറ്റിൽ ആകപ്പെട്ടിരിക്കുന്ന ഈ ഉപകരണം കൃത്യമായി തന്നെ പുറത്തെടുത്ത് ഉഷയ്ക്ക് സാധാരണ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം തന്നെ തങ്ങൾ ഒരുക്കുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. സജിത്ത്. യെസ്, എന്തായാലും ഉഷ ഒരു പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരട്ടെ. നവമി സൂചിപ്പിക്കുന്നത് പോലെ ഈ റിപ്പോർട്ടിൽ ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നത്തിലേക്ക് പോവില്ല. ഏറ്റവും ഫലപ്രദമായി വേഗത്തിൽ തന്നെ അവർക്ക് സുഖം പ്രാപിക്കാൻ കഴിയും. സംസ്ഥാനത്തുണ്ടായ ഒരു ചികിത്സാ പിഴവിൻ്റെ ബലിയാടാവേണ്ടി വരുന്ന അവർക്ക് വേഗത്തിൽ പൂർവ്വ ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ കഴിയട്ടെ, അങ്ങനെ നമുക്ക് ആശിക്കാം. ഇതിനിടയിലാണ് ഇന്നത്തെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ വണ്ടാരത്തെ ചികിത്സാ പിഴവിൽ പോലീസ് കേസെടുത്ത് നടപടികൾ ആരംഭിക്കുന്നു. ഡോക്ടർ മുൻ മേധാവി ഗൈനക്കോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ ലളിതാംബികയാണ് പ്രതി ചേർത്തിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. ഓപ്പറേഷൻ നടത്തിയ ഡോക്ടറെ പ്രതി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന സാഹചര്യം കൂടിയുണ്ട്. ശരണ്യ സ്നേഹജൻ ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, ഇന്നലെ മുതൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് മുൻ ഗൈനക്കോളജി മേധാവി ലളിതാംബികയെ ചുമതലപ്പെടുത്തുന്നത്, അവർക്കെതിരെ കേസെടുക്കുന്നത്? ഈ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്കെതിരായി എന്തുകൊണ്ടാണ് പോലീസിന്റെ നടപടി ഇപ്പോഴുണ്ടാവാതെ വരുന്നത്? ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദീകരണം ലഭ്യമാണോ? സജിത്ത്, ഇതിനകത്ത് ഇന്നലെ തന്നെ ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ച പല കാര്യങ്ങളുണ്ട്. അതായത് വകുപ്പ് മേധാവിയായ ഡോക്ടർ ലളിതാംബികയ്ക്ക് ഒരിക്കലും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അതിനോടൊപ്പം തന്നെ പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് ഉഷയുടെ മകൻ ഉന്നയിച്ച ചില വിഷയങ്ങൾ, അത് കുറച്ചുകൂടി ഗൗരവകരമായാണ് കണക്കിലെടുത്തിട്ടുള്ളത്. ഈ ഡോക്ടർ വകുപ്പ് മേധാവിയായി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് തന്നെയാണ് വീട്ടിൽ സ്വകാര്യ പ്രാക്ടീസും ഉണ്ടായിരുന്നത്. അതായത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അലവൻസ് കൈപ്പറ്റിയിരുന്ന സമയത്ത്, നോൺ പ്രാക്ടീസ് അലവൻസ് കൈപ്പറ്റുന്ന സമയത്താണ് എന്ന് ഇവിടെ ഡോക്ടർ സ്വകാര്യ പ്രാക്ടീസ് നടത്തിയിരുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഒപ്പം തന്നെ സർജറിക്ക് മുമ്പ് വീട്ടിലെത്തി ഇവരെ കണ്ടു. ഇവർ റെഫർ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ വന്ന് അഡ്മിറ്റ് ആവുന്നതും ഒപ്പം തന്നെ സർജറിയിലേക്ക് കടക്കുന്നതും. ഈ സർജറിക്ക് തൊട്ടടുത്ത് മുമ്പത്തെ ദിവസം പണം നൽകിയെന്ന് അടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഈ കുടുംബം ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ വിഷയത്തിനകത്ത് അടക്കമുള്ള പരിശോധനകൾ വേണ്ടിവരും. അതോടൊപ്പം തന്നെ ഡോക്ടർ ലളിതാംബിക ഇപ്പോൾ ഒരു റിട്ടയർഡ് ആളാണ്, അതായത് വിരമിച്ച ആളാണ്. അതുകൊണ്ട് തന്നെ മറ്റ് വകുപ്പ് തല നിയമ നടപടിക്രമങ്ങളിലേക്ക് ഇവരെ കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ബാക്കിയുള്ളവർക്കെല്ലാം ഡിപ്പാർട്ട്മെന്റ് തല എൻക്വയറിയും ഒപ്പം തന്നെ ഇപ്പോൾ 2 പേർ സസ്പെൻഷനിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. തുടരന്വേഷണവും നടക്കുന്നു. കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ കൂടുതൽ കർശനമായ നടപടികളിലേക്ക് പോകും. അതിന് ഭാഗമായിട്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് അവരെ സസ്പെൻഷനിലേക്ക് മാറ്റിയിട്ടുമുണ്ട്. പക്ഷേ ഡോക്ടർ ലളിതാംബികയെ സംബന്ധിച്ചിടത്തോളം അവർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിരമിച്ച ആളായതുകൊണ്ട് തന്നെ അത്തരം നിയമ നടപടികളിലേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ അടുത്ത ഘട്ടം എന്നുള്ള രീതിയിൽ പോലീസിന് നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള അവസരത്തിലേക്ക് നൽകിയിട്ടുള്ളത്. ഇന്നലെ ഉഷയുടെ സഹോദരന്റെ ഭാര്യ പോലീസിന് മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ FIR അമ്പലപ്പുഴ പോലീസ് ഇട്ടിട്ടുണ്ട്. 120 വകുപ്പ് 125A, BNS 125Aയും 125ഉം പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത്. അതായത് അലക്ഷ്യമായി കൈകാര്യം ചെയ്ത് അപകടം വരത്തക്ക രീതിയിൽ ശരീരത്തിന് അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള അപകടം വരത്തക്ക രീതിയിൽ അലക്ഷ്യമായി കൈകാര്യം ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള വകുപ്പുകളാണ് ഇട്ടിരിക്കുന്നത്. ഇതിനകത്ത് ഈ 3 മാസം മുതൽ 5 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് എന്നുള്ളതാണ്. 3000 മുതൽ 10000 രൂപ വരെ പിഴയും വേണമെങ്കിൽ ഈടാക്കാം എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ മറ്റ് നിയമ നടപടി ക്രമങ്ങളിലേക്ക് ഡോക്ടർ ലളിതാംബികയെ കൊണ്ടുവരാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ് പോലീസ് ആ വഴിക്ക് അന്വേഷിക്കട്ടെ എന്നുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. സജിത്ത്. ഒരുപക്ഷെ ഈ സർക്കാരിനെയൊക്കെ ഏറ്റവും കുഴക്കിയ ഒരു വിഷയം ഡോക്ടർ ലളിതാംബിക ഇന്നലെ നടത്തിയ ഒരു പ്രതികരണമാണ്. കാരണം 50 വർഷം ഈ കത്രിക ശരീരത്തിനുള്ളിൽ ഇരുന്നാലും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇന്ന് യഥാർത്ഥത്തിൽ സർക്കാരിന് അവരുടെ ആ പ്രതികരണമാണ് ഏറ്റവും വിചിത്രമായി തോന്നിയതും. ഒരുപക്ഷെ അവരുടെ ആ പ്രതികരണം അവരെ കൂടുതൽ കുടുക്കി എന്ന് തന്നെ കരുതേണ്ടി വരും, അല്ലേ? ഇതിൽ ഡോക്ടർ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് താൻ തന്നെയാണോ ഈ ശസ്ത്രക്രിയ ചെയ്തു എന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാൻ കഴിയും എന്നുള്ള, അല്ലെങ്കിൽ താൻ തന്നെയെന്നല്ല, ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ നടത്തിയപ്പോഴാണോ ഇത്തരത്തിൽ ഈ ശസ്ത്രക്രിയ ഉപകരണം ഇതിനകത്ത് പോയത് എന്നുള്ളത് എങ്ങനെ സ്ഥിരീകരിക്കാനാകുമെന്നുള്ള മറു ചോദ്യം. അതായത് വളരെ സെന്റിമെന്റലായാണ് ഈ വിഷയത്തെ ആളുകൾ നോക്കിക്കണ്ടത്. കാരണം ഒരു സാധാരണക്കാരിയായ സ്ത്രീ, തൊഴിലുറപ്പ് തൊഴിലാളിയായ ഒരു സ്ത്രീ, അവർ ഇത്രയും കാലം 5 വർഷക്കാലം ഒരു
ഒരു ഈ ഉപകരണം വയറിനകത്ത് കത്രികയോട് സമാനമായ ഒരു ഉപകരണം വയറിനകത്ത് ഇട്ടുകൊണ്ട് നടക്കുകയും അവർക്ക് രക്തമടക്കം വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു. മാത്രമല്ല ഒരു ഡേഞ്ചറസ് ആയ സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകുന്നൊരു അവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ കടന്നുപോയി അവർ കണ്ണീരോടുകൂടി പ്രതികരിക്കുമ്പോൾ അത് കേരള മനസാക്ഷി അടക്കം അത് വളരെ വലിയ സംഭവമായാണ് ഈ വിഷയത്തെ നോക്കിക്കണ്ടിരിക്കുന്നത്. ഗുരുതരമായൊരു പിഴവായാണ് നോക്കിക്കണ്ടിരിക്കുന്നത്. അവിടെ ഡോക്ടർ നടത്തിയ പ്രതികരണം അത് ഈ അത്തരം ഒരു വൈകാരികതയെ ആളിക്കത്തിക്കുന്ന രീതിയിലേക്ക് മാറി എന്നുള്ളതാണ്. ഇത്ര നിസ്സാരവൽക്കരിച്ച് അവർ സംസാരിച്ചു എന്നുള്ളത് അത് വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട്. അത് അതിരാവിലെ തന്നെ ഡോക്ടറുടെ പ്രതികരണം വന്നത് മറ്റൊരു രീതിയിൽ കൂടി പ്രഹരമേൽക്കുന്ന രീതിയിൽ അത് സർക്കാരിനെയും കൊണ്ടെത്തിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നീട് അവരത് തിരുത്തി പറയുന്നുണ്ട് എങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ അവർ പറഞ്ഞത് ഇത് നോൺ സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു സ്റ്റെറൈൽ ആയിട്ടുള്ള ഒരു ഇതാണ്, മെറ്റൽ കൊണ്ടുള്ള കത്രിക എന്നല്ല അവർ ഉപയോഗിക്കുന്ന വേറൊരു ടേമാണ്. അപ്പോൾ കത്രിക നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാൽ അത് കത്രിക തന്നെയാണ്, കത്രിക പോലെ തന്നെ ക്ലിപ്പ് ചെയ്തിടുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ അവര് അത് വളരെ നിസ്സാരവൽക്കരിച്ച് പറഞ്ഞത് ഉൾപ്പെടെ വലിയ പ്രതിരോധം സർക്കാരിന് ആക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നീട് ചോദിച്ച ചോദ്യങ്ങൾ ആ വിഷയത്തിനകത്ത് താൻ ആ സമയത്ത് സർജറിക്ക് വേണ്ടി നിർദ്ദേശിച്ചതാണോ അത് പറ്റിയ പിഴവ്, അതേസമയം തന്നെ ഡോക്ടർ പറയുന്നു തനിക്ക് അവരുടെ സർജറി താൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ ഈ പേഷ്യന്റിനെ കണ്ടിട്ടില്ല, ആ പേഷ്യന്റിനെ അറിവില്ല എന്ന് പറയുന്നു. കാരണം ഇതൊരു സാധാരണ കേസല്ലായിരുന്നു. ഇവരുടെ ശരീരത്തിലുണ്ടായിരുന്ന മുഴ ഏകദേശം 3 കിലോയുടെ അടുത്ത്, അത്ര വലിയൊരു മാസമാണ് അവരുടെ ഈ ഗർഭാശയത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് കോവിഡ് കാലമായിട്ടും അടിയന്തരമായി അത് മറ്റെന്തെങ്കിലും ആണോ, അത് ക്യാൻസറിന്റെ സാധ്യത ഉണ്ടോ എന്നൊക്കെ അന്ന് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് നീക്കം ചെയ്യാൻ ഉള്ള ഒരു കാര്യത്തിലേക്ക് അടിയന്തരമായി കടന്നു. അപ്പോൾ അങ്ങനെ ഒരു റെയർ കേസാണ് ഇത് എന്നുള്ളതാണ്. അതൊരിക്കലും ഒരു ഡോക്ടർ മറക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല ഈ കൺസൾട്ടേഷനും ചെന്നപ്പോൾ ഫീ വാങ്ങിയിട്ടുണ്ട്. ഒപ്പം തലേദിവസം അവർ ഈ സർജറിക്ക് മുമ്പ് കുടുംബം കൊണ്ടുവന്ന് പണം നൽകിയെന്നാണ് മകൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. അപ്പോൾ അത്തരം വിഷയങ്ങൾ ഇതിനകത്ത് നിൽക്കുന്നു. അവരുടെ അണ്ടറിലുള്ള ഒരുപക്ഷെ അവർ തന്നെ അറ്റൻഡ് ചെയ്യേണ്ട കേസായിരിക്കും. പക്ഷെ അവരുടെ ജൂനിയേഴ്സിനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചതായിരിക്കും. അവരായിരിക്കും അതിൻ്റെ സൂപ്പർവൈസിങ് ചുമതല മുഴുവൻ ഉണ്ടായിരിക്കേണ്ടത്. അങ്ങനെയാണ് ഇന്നലെ നമുക്ക് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടോടൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡോക്ടർക്ക് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല. ബാക്കിയുള്ളവർ ഈ സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇത് കൃത്യമായി അവിടെ ഒരു നേഴ്സ് ഉണ്ടായിരുന്നു. ആ നേഴ്സ് രേഖപ്പെടുത്തിയിരിക്കുന്ന പോലും ഇവര് ഇത് എടുത്ത എക്യുപ്മെന്റ്സ് മുഴുവൻ തിരികെ വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് എന്താ മറ്റു ശസ്ത്രക്രിയ വിഷയത്തിനകത്തുണ്ടായിരുന്ന ഡോക്ടർമാർക്കെല്ലാം തന്നെയാണെങ്കിലും നഴ്സുമാർക്കാണെങ്കിലും ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അവരെ നിയമപരമായി വകുപ്പ് തല കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ കഴിയും. പക്ഷേ ഡോക്ടറെ സംബന്ധിച്ച് ഡോക്ടർ റിട്ടയർഡ് ആണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഒരു കോൺഫിഡൻസ് ലെവൽ അവർ സംസാരിച്ചപ്പോൾ ആ ലാഘവത്തോടു കൂടി സംസാരിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ വിഷയത്തിനകത്ത് കൂടിയുള്ള എന്നാൽ നിയമപരമായി പോകട്ടെ എന്നുള്ള നിലപാടിലേക്കാണ് സർക്കാർ മാറിയതെന്ന് വേണം നമുക്ക് കരുതാൻ. ശരി, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരണി സൂചിപ്പിച്ചതാണ് കാര്യം. അതായത് വിരമിച്ചെങ്കിൽ കൂടിയും ഈ ഡോക്ടർ ഉത്തരവാദികളാണെന്നാണ്. പ്രേക്ഷകർ ഓർമ്മിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡോക്ടർമാർ എന്ന് പറയുന്നത് അവർ നമ്മുടെ ഒരു സ്വത്താണ്. അവർ നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെ പരിപാലിക്കേണ്ട ചുമതലപ്പെട്ടവരാണ്. സാധാരണ രീതിയിൽ സർക്കാർ സംവിധാനങ്ങളിലാവട്ടെ സ്വകാര്യ സംവിധാനങ്ങളിലാവട്ടെ ഡോക്ടർമാരുടെ രജിസ്ട്രേഷൻ നൽകേണ്ടത് മെഡിക്കൽ കൗൺസിലാണ്. അതായത് മെഡിക്കൽ കൗൺസിലാണ് ഇവരുടെ ആധികാരികമായ ഒരു അക്രഡിറ്റേഷൻ ഏജൻസി. അപ്പോൾ നമ്മുടെ സംവിധാനങ്ങൾക്ക് എത്ര പിഴവുകൾ നിരവധി ഉണ്ടാകാം. സർക്കാർ സംവിധാനങ്ങൾ, അത് ഏത് സർക്കാരുകൾ മാറി വന്നാലും ഒരുപക്ഷെ ആ പിഴവുകളൊക്കെ ഉണ്ടാവും. അതൊന്നും പെട്ടെന്ന് പരിഹരിക്കപ്പെട്ടെന്ന് വരില്ല. പക്ഷേ ഡോക്ടർമാർ പുലർത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു കത്രിക ശരീരത്തിനുള്ളിൽ മറന്നു വെച്ചു എന്ന അതിഗുരുതരമായൊരു വിഷയത്തെ എത്ര ലാഘവത്തോടെ കൈകാര്യം ചെയ്യാൻ ഡോക്ടർമാർക്ക് കഴിയുന്നു. അത് സിസ്റ്റത്തിൻ്റെ പിഴവാണ്, നഴ്സുമാരുടെ അസാന്നിധ്യം ഉണ്ടായിരുന്നു, മാനദണ്ഡങ്ങൾ പാലിച്ചില്ല, ഇങ്ങനെയുള്ള ന്യായങ്ങൾ നിരത്തുന്നതിനപ്പുറം ആ പിഴവ് തുറന്നു പറഞ്ഞുകൊണ്ട് അത് തിരുത്താനുള്ള നടപടിയുമായി മുന്നോട്ട് പോകുന്നതിന് പകരം ചില ന്യായങ്ങൾ നിരത്തുന്നത് ഡോക്ടർമാർ ആരായാലും അതല്ലെങ്കിൽ ഈ സംവിധാനത്തിലുള്ളവർ ആരായാലും അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. മെഡിക്കൽ കൗൺസിൽ എന്ന ഔദ്യോഗികമായ ഒരു ഏജൻസി നമുക്ക് മുന്നിലുണ്ട്. ആവശ്യമെങ്കിൽ ഇത്തരം ഡോക്ടർമാരുടെ കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ അടക്കം റദ്ദ് ചെയ്യാനുള്ള അധികാരമുള്ള ഏജൻസികളാണ്. എന്തുകൊണ്ടാണ് അത്തരം സംവിധാനങ്ങൾ ഉപയോഗിക്കപ്പെടാതെ പോകുന്നത്? യഥാർത്ഥത്തിൽ ഈ സസ്പെൻഷനോ കേസോ നടപടികളോ മാത്രമല്ല, അതിനും ശക്തമായ ഒരു സംവിധാനം നമുക്കുണ്ട്. അത് മെഡിക്കൽ കൗൺസിലാണ്. മെഡിക്കൽ കൗൺസിലിൻ്റെ ഇടപെടലുണ്ടായാൽ ഇവരുടെ ഒക്കെ
അംഗീകാരം റദ്ദ് ചെയ്യപ്പെടും. ഇനി അങ്ങോട്ടേക്ക് പ്രാക്ടീസ് പോലും സാധ്യമല്ലാത്ത രീതിയിലുള്ള കർശനമായ നടപടിയെടുക്കാൻ വ്യവസ്ഥയുള്ള രാജ്യമാണ്. സ്വാഭാവികമാണ്. അങ്ങനെയെങ്കിൽ ഇനി ഇത്തരം ചികിത്സാ പിഴവുകൾ ആവർത്തിക്കപ്പെടാതിരിക്കും. പിഴവുകളുണ്ടായാലും ഇത്തരം ന്യായീകരണങ്ങളുമായി വരാതിരിക്കാനെങ്കിലും നമുക്ക് കഴിയുമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടി ഈ സംവിധാനം നമുക്ക് മുന്നിലേക്ക് വെക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.